ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഫസ്റ്റ് ടൈം എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ന്യൂ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പേ ഇംഗ്ലീഷിൻ്റെ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 3ാമത്തേതാണിത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയും നമ്മൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം 6 ആക്ടിവിറ്റീസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റീസ് കമ്പൽസറി ആണ്. അതിൽ തന്നെ ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കോംപ്രിഹെൻഷനാണ്. ചിലപ്പോൾ ഒരു പാസേജ് തരും, ചിലപ്പോൾ ഒരു പോയമായിരിക്കും. അതിൽ നിന്ന് 5 ചോദ്യം ഉണ്ടാവും. ചോദ്യത്തിൻ്റെ ഉത്തരം അതിൽ ആ പാസേജ് തന്നെ ഉണ്ടാവും. വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റിയാണ്. എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആക്ടിവിറ്റിയാണ് ആദ്യത്തെ ആക്ടിവിറ്റി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറി വായിക്കാം. റീഡ് ദ സ്റ്റോറി ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. വൺസ് അപ്പോൺ എ ടൈം ദർ വാസ് എ സ്മോൾ വില്ലേജ് സറൗണ്ടഡ് ബൈ എ വാസ്റ്റ് ഡെസേർട്ട്. ദ വില്ലേജസ് വർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് വാട്ടർ ആൻഡ് ദെയർ ക്രോപ്സ് വർ ഡൈയിങ്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ടായിരുന്നു. അതിന് ചുറ്റും എന്താണ്, ദ്വീപായിരുന്നു. ദ വില്ലേജസ് വർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് വാട്ടർ. അപ്പോൾ അവർ സ്ട്രഗിൾ ചെയ്യാണ്. എന്തിനാണ് സ്ട്രഗിൾ ചെയ്യുന്നത്? ടു ഫൈൻഡ് വാട്ടർ ആൻഡ് വെള്ളത്തിന് വേണ്ടി അവർ സ്ട്രഗിൾ ചെയ്യാണ്. ആൻഡ് ദെയർ ക്രോപ്സ് വർ ഡൈയിങ്. അവരുടെ വിളകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എ യങ് ബോയ് നെയ്മഡ് അലി ഡിസൈഡഡ് ടു ഹെൽപ്പ്. ഒരു ചെറിയ യങ് ബോയ് നെയ്മഡ് അലി ഡിസൈഡഡ് ടു ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. ഹി വാക്ക്ഡ് ഫോർ ഹവേഴ്സ് ഇൻ ടു ദ ഡെസേർട്ട്. മരുഭൂമിയിൽ ഒരുപാട് നടന്നു ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ. അലി മെറ്റ് ആൻ ഓൾഡ് വൈസ് മാൻ ഹൂ ടോൾഡ് ഹിം അബൌട്ട് എ ഹിഡൻ അണ്ടർഗ്രൗണ്ട് സ്പ്രിംഗ്. അപ്പോൾ അലി ആരെ മീറ്റ് ചെയ്തു? ഒരു വയസ്സായ ഒരു വൈസ് മാനെ കണ്ടു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒരു ഒളിഞ്ഞു കിടക്കുന്ന അണ്ടർഗ്രൗണ്ട് സ്പ്രിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അലി ഫോളോഡ് ദ ഓൾഡ് മാൻസ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫൗണ്ട് ദ സ്പ്രിംഗ്. അപ്പോൾ ചെറിയൊരു സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുളം പോലുള്ള സ്ഥലം. അപ്പോൾ അലി ആ വൈസ്മാൻ പറഞ്ഞതിനനുസരിച്ച് പോയി അങ്ങനെ ആ സ്പ്രിംഗ് കണ്ടുപിടിച്ചു. ഹീ ബ്രോട്ട് ദ വാട്ടർ ബാക്ക് ടു ദ വില്ലേജ്. അങ്ങനെ വില്ലേജിലേക്ക് വെള്ളം എത്തി. ആൻഡ് സൂൺ ദ ക്രോപ്സ് വർ ഗ്രോയിങ് അഗെയിൻ. അങ്ങനെ ക്രോപ്സൊക്കെ എന്തായി, ഗ്രോ ചെയ്യാൻ തുടങ്ങി. ദ വില്ലേജസ് വർ ഗ്രേറ്റ്ഫുൾ. അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി, അവർ ഭയങ്കര നന്ദിയുള്ളവരായി. ആൻഡ് അലി ബിക്കെയിം എ ഹീറോ. അപ്പോൾ വെള്ളം കൊണ്ടുവന്ന അലി ആരായി? ഹീറോ ആയി. ഹീ കണ്ടിന്യൂഡ് ടു എക്സ്പ്ലോർ ആൻഡ് ഫൈൻഡ് ന്യൂ വേസ് ടു ഹെൽപ്പ് ഹിസ് കമ്മ്യൂണിറ്റി. വെള്ളമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയെ സഹായിക്കാൻ അലി തീരുമാനിച്ചു. അങ്ങനെ പല വഴികളും അവന് കണ്ടുപിടിച്ചു. അലീസ് ക്യൂരിയോസിറ്റി ആൻഡ് ഡിറ്റർമിനേഷൻ മെയ്ഡ് ബിഗ് ഡിഫറൻസ് ഇൻ ദ ലൈഫ്സ് ഓഫ് ദോസ് അറൗണ്ട് ഹിം. അപ്പോൾ അവൻ്റെ ആ ക്യൂരിയോസിറ്റി, വെള്ളം തേടിയുള്ള യാത്രയും അവൻ്റെ ആ ഉറച്ച തീരുമാനവും ആ ഉള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം പ്രയോജനപ്രദമായി. ഇനി ആദ്യത്തെ ചോദ്യം, വാട്ട് വാസ് ദ പ്രോബ്ലം ഫേസിങ് ദ വില്ലേജസ് ഇൻ ദ സ്റ്റോറി. അപ്പോൾ ഇവിടെയുണ്ട് ദ വില്ലേജസ് വർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് വാട്ടർ ആൻഡ് ദെയർ ക്രോപ്സ് വർ ഡൈയിങ്. അപ്പോൾ ദ വില്ലേജസ് വർ സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് വാട്ടർ ആൻഡ് ദെയർ ക്രോപ്സ് വർ ഡൈയിങ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൂ ഹെൽപ്ഡ് അലി ഫൈൻഡ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. ആരാണ് ഹെൽപ്പ് ചെയ്തത്? അലി മെറ്റ് ആൻ ഓൾഡ് വൈസ് മാൻ ഹൂ ടോൾഡ് ഹിം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആൻ ഓൾഡ് വൈസ് മാൻ ഹെൽപ്ഡ് അലി ഫൈൻഡ് ദ ഹിഡൻ അണ്ടർഗ്രൗണ്ട് സ്പ്രിംഗ്. Third question, what did Ali bring back to the village that saved their crops? എന്താണ് അലി കൊണ്ടുവന്നത്? അലി ബോട്ട് ബാക്ക് വാട്ടർ ഫ്രം ദ ഹിഡൻ അണ്ടർഗ്രൗണ്ട് സ്പ്രിംഗ്. അപ്പോൾ ഹിഡൻ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വെള്ളമാണ് തിരിച്ചു കൊണ്ടുവന്നത്. വാട്ട് ഡിഡ് ദ വില്ലേജസ് തിങ്ക് ഓഫ് അലി ആഫ്റ്റർ ഹി ഹെൽപ്ഡ് ഹിം. എന്താണ് വില്ലേജേഴ്സ് ഒക്കെ അവനെ പറ്റിയിട്ട് വിചാരിച്ചത്? അലി വാസ് ദ വില്ലേജേഴ്സ് തോട്ട് അലി ഹാസ് എ ഹീറോ. അവരെന്താ വിചാരിച്ചത്? അലി ഒരു ഹീറോ ആണെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. വാട്ട് ക്വാളിറ്റീസ് ഡിഡ് അലി ഷോ ഇൻ ദ സ്റ്റോറി ദാറ്റ് ഹെൽപ്ഡ് ഹിം മേക്ക് ഡിഫറൻസ്. എന്തൊക്കെ ക്വാളിറ്റീസാണ് ഇവിടെ ഈ സ്റ്റോറിയിലുള്ള അലി ചെയ്തത്? എന്താണ്? അലി ഷോഡ് ക്യൂരിയോസിറ്റി, ഡിറ്റർമിനേഷൻ ആൻഡ് വില്ലിംഗ്നെസ് ടു ഹെൽപ്പ് അതേഴ്സ്. ഓക്കെ, സജസ്റ്റ് എ ടൈറ്റിൽ. ഇനി ഒരു ടൈറ്റിൽ സജസ്റ്റ് ചെയ്യാനാണ്. അലി ആൻഡ് ദ ഹിഡൻ സ്പ്രിംഗ്. ഇപ്പോൾ ആദ്യത്തെ പാസേജ് ഇതല്ലെങ്കിൽ വേറെ പാസേജ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 2 സ്റ്റോറി സീക്വൻസിങ് ആണ്. ഒരു സ്റ്റോറി തന്നിട്ടുണ്ടാവും. നമുക്ക് അറിയുന്ന സ്റ്റോറി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ പാഠഭാഗമായിരിക്കാം. എല്ലാ ആ സ്റ്റോറിയൊക്കെ ഷഫിൾ ചെയ്തിട്ട് ഇവൻറ്റ്സ് ഒക്കെ ഷഫിൾ ചെയ്ത് തരും. അപ്പോൾ നമ്മളത് ഓർഡറിലാക്കണം. എ സ്റ്റോറി ഈസ് ഗിവൺ ഇൻ എ ജംബിൾഡ് ഓർഡർ. റീഅറേഞ്ച് ദ സ്റ്റോറി ഇൻ ദ കറക്റ്റ് ഓർഡർ. ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം കാഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് വി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ എ bench in the park. Kafka met a girl who was crying
crying because she had lost her favorite doll. അപ്പം നമ്മൾ കാഫ്കയുടെ എ ഡോൾസ് ജേണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. After searching for some time, Kafka pretended that we had found a letter under a bench in the park. അപ്പോൾ കുറേ തിരഞ്ഞിട്ട് കാഫ്ക ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് പാർക്കിൻ്റെ ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയതായി അഭിനയിച്ചു. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് കാഫ്ക മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. ഒരു പെൺകുട്ടി കരയുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. എന്തിനാണ് കരയുന്നത്? ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. മൂന്നാമത് തന്നത് ഫൈനലി ഹീ ഫൗണ്ട് ദ വേ ഔട്ട്. ലാസ്റ്റ് ഒരു വഴി കണ്ടുപിടിച്ചു. ഇനി നാലാമത് ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഹെർ ഡോൾ ബട്ട് ഷീ വണ്ടേഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. അപ്പോൾ ആ ഡോളിനെ കുറിച്ചുള്ള വിവരങ്ങൾ അതിന് വളരെ സന്തോഷവതിയായിരുന്നു. പക്ഷേ എപ്പോഴാണ് കാണാൻ പറ്റുക എന്നതിനെക്കുറിച്ച് അവൾ അങ്ങനെ ആലോചിച്ചിരുന്നു. ഷീ വണ്ടേഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. ഇനി അടുത്ത് തന്നിരിക്കുന്നത് ഹി പ്രോമിസ്ഡ് ഹെർ ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. അയാൾ പ്രോമിസ് ചെയ്തു, ഞാൻ നാളെ നിൻ്റെ ഡോളിനെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഇനി പിന്നെ തന്നിരിക്കുന്നത് ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ വെഡ്ഡിങ് വെർ ഓവർ. ഇനി അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൾ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. എന്താ പ്രോമിസ് ചെയ്തത്? അടുത്ത് തന്നെ അവളുടെ വെഡ്ഡിങ് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് ലെറ്റർ എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഗേൾ കണ്ടിന്യൂ ടു റിസീവ് ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ. ഗേളിന് കണ്ടിന്യൂസ് ആയിട്ട് ആ ഡോളിൽ നിന്ന് ലെറ്റർ വരാൻ തുടങ്ങി. കാഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താണ് നമ്മൾ എഴുതുക? ഫസ്റ്റ് വരുന്നത് ഇതാണ്. കാഫ്ക മെറ്റ് എ ഗേൾ ഹു വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ഫേവറേറ്റ് ഡോൾ. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് വരുന്നത് ഹി പ്രോമിസ്ഡ് ദാറ്റ് ഹി വുഡ് മീറ്റ് ഹെർ ദ നെക്സ്റ്റ് ഡേ ടു കണ്ടിന്യൂ ലുക്കിംഗ് ഫോർ ദ ഡോൾ. ഓക്കെ. മൂന്നാമത് വരുന്നത് ആഫ്റ്റർ സെർച്ചിങ് ഫോർ സം ടൈം കാഫ്ക പ്രിറ്റൻഡഡ് ദാറ്റ് വി ഹാഡ് ഫൗണ്ട് എ ലെറ്റർ അണ്ടർ ദ ബെഞ്ച് ഇൻ ദ പാർക്ക്. ഇനി നാലാമത് വരുന്നത് എന്താണ്? ദ ഗേൾ കണ്ടിന്യൂഡ് ടു റിസീവ് ലെറ്റർ ഫ്രം ദ ഡോൾ. നാലാമത് വരുന്നത്. ഇനി അഞ്ചാമത് വരുന്നത് എന്താണ്? കാഫ്ക നോട്ടീസ്ഡ് ദാറ്റ് ദ ഗേൾ വാസ് ബിക്കമിങ് മൂഡി ആസ് ഡേയ്സ് പാസ്റ്റ്. ഇതാണ് 5. ഇനി നെക്സ്റ്റ് വരുന്നത് ഫൈനലി ഹീ ഫൗണ്ട് എ വേ ഔട്ട്. അറ്റ് ലാസ്റ്റ് അദ്ദേഹം ഒരു വഴി കണ്ടുപിടിച്ചു. എന്താണ് ആ വഴി? ഷീ പ്രോമിസ്ഡ് ദാറ്റ് ഷീ വുഡ് ബി റൈറ്റിംഗ് ആസ് സൂൺ ആസ് ദ പ്രിപ്പറേഷൻ ഓഫ് എ വെഡ്ഡിങ് ഓവർ. അപ്പം നമുക്ക് അടുത്തതായിട്ട് അത് എഴുതാം. ഓക്കെ. ഇനി എന്താണ് അടുത്തതായിട്ട് ലാസ്റ്റ്? ദ ഗേൾ വാസ് ഹാപ്പി ടു ഹിയർ ഫ്രം ഡോൾ ബട്ട് ഷീ വണ്ടേഡ് വെൻ ഷീ വുഡ് ബി ഏബിൾ ടു സീ ഹെർ അഗെയിൻ. അപ്പോൾ ഇങ്ങനെ സീക്വൻസ് ചെയ്യാനുണ്ടാവും. അപ്പോൾ വളരെ നമ്മൾ പാഠങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. Ricky kept on complaining to his parents about the robot, but they didn't listen to him. So he decided to register a complaint through email with the robot manufacturing company. Ask him then to replace the misprogrammed robot. Help him prepare an email. ഒരു ഇമെയിൽ എഴുതാനാണ്. അപ്പോൾ റിക്കി അവൻ്റെ പാരൻസിനോട് കണ്ടിന്യൂസ് ആയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണ് ഈ റോബോട്ടിനെ പറ്റിയിട്ട്. പക്ഷേ അവരെന്നുവെച്ചാൽ റിക്കിയുടെ പരാതിയൊന്നും സ്വീകരിക്കുന്നില്ല. ദേ ഡിഡിൻറ്റ് ലിസൺ ടു ഹിം. സോ ഹി ഡിസൈഡഡ്. അപ്പോൾ അവൻ തീരുമാനിക്കുകയാണ് ഈ മാനുഫാക്ചറിങ് കമ്പനിക്ക് ഒരു ഇമെയിൽ അയക്കാമെന്ന്, ഒരു പരാതി, ഈ റോബോട്ടിനെ കുറിച്ചുള്ള പരാതി എഴുതി അയക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം. ഫ്രം ricky@email.com. അതേപോലെ ടു റോബോട്ട് മാനുഫാക്ചറിങ് കമ്പനി. അപ്പോൾ ഫ്രമും ടൂവും കൊടുക്കാം. ഓക്കെ. ഇനി സബ്ജക്റ്റ് നമ്മൾ എഴുതണം. ഡിഫക്റ്റീവ് റോബോട്ട് പ്ലീസ് റീപ്ലേസ്. അപ്പോൾ സർ, ഐ ആം റൈറ്റ് ടു കംപ്ലെയിൻ അബൌട്ട് മൈ റോബോട്ട്. അപ്പോൾ ഞാൻ എൻ്റെ റോബോട്ടിനെ പറ്റിയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാനാണ് ഈ ലെറ്റർ എഴുതുന്നത്. വേണമെങ്കിൽ റോബോട്ടിന് ഒരു നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ നമ്പർ വേണമെങ്കിൽ എഴുതാം. ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് കറക്റ്റ്ലി ആൻഡ് ഐ ആം ഹാവിങ് പ്രോബ്ലംസ്. അത് നല്ലവണ്ണം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. I would like you to replace it with a new one that works properly. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് തരണം. അതായത് നല്ലവണ്ണം വർക്ക് ചെയ്യുന്ന ഒരു പുതിയതിനെ കൊണ്ടുവന്നിട്ട് ഇതിനെ റീപ്ലേസ് ചെയ്ത് തരണം. I would like you to replace it with a new one that works properly. I have attached a copy of the receipt and the serial number. Thank you for your help. Sincerely, Ricky.
ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. യു ആർ ലേൺഡ് ഫ്രം യുവർ ടെക്സ്റ്റ് ബുക്ക് വാട്ട് എ ട്രാവലോഗ് ഈസ്. അപ്പോൾ നമുക്കറിയാം ഒരു ട്രാവലോഗ് എന്താണെന്ന് നമുക്കറിയാം, നമ്മളത് പഠിച്ചതാണ്. നൗ റൈറ്റ് ഫ്യൂ തിങ്സ് ദാറ്റ് യു ടേക്ക് വൈൽ മേക്കിംഗ് പിക്നിക് ടു ഊട്ടി ഫോർ 3 days. അപ്പോൾ നിങ്ങൾ പിക്നിക്കിന് പോയതാണെന്ന് വിചാരിക്കുക, അപ്പോൾ അതിനെക്കുറിച്ച് ട്രാവലോഗ് എഴുതാനാണ്. Okay, now that you have returned from Ooty, narrate your travel experience and the places you have visited there. അപ്പോൾ ഒരു ട്രാവലോഗ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ട്രാവലോഗ് മൈ 3-day trip to Ooty. I recently visited Ooty with my family for 3 days. We enjoyed the scenic beauty of the Nilgiri hills. Our first stop was the Ooty lake, where we took a boat ride. Next, we visited the beautiful botanical garden. We also explored the historic Ooty Museum. The highlight of our trip was a toy train ride from Ooty to Kunur. We visited the stunning Dodapatte Peak and enjoyed breathtaking views. We relaxed in the peaceful surroundings of the Rose Garden. Our trip to Ooty was a memorable experience. We returned home feeling refreshed and rejuvenated. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാവലോഗ് എഴുതാൻ വരാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള വായിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എഴുതുക. ഇനി അടുത്തത് ഹെലൻ ആൻഡ് ഹെർ മദർ ഇൻ ദ ഗാർഡൻ. അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഹെലൻ ആൻഡ് ഹെർ മദർ ഇൻ ദ ഗാർഡൻ. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ടു നോ ദ തിങ്സ് ഇൻ ദ ഗാർഡൻ. റൈറ്റ് ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ ഹെലൻ്റെ അമ്മയും ഗാർഡനിലാണ്. അപ്പോൾ അവൾക്ക് കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹെലൻ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതാനാണ്. ഹെലൻ, മദർ വാട്ട് ഈസ് ദ വേർഡ് ഫോർ ദിസ്, പോയിൻറ്റിങ് ടു എ ഫ്ലവർ. ഒരു ഫ്ലവർ ചൂണ്ടിക്കാട്ടിയിട്ട് ചോദിക്കുകയാണ് ഇതെന്താണ്, ഇതിനെന്താ പറയുക. അപ്പം കേറ്റ് ഹെലൻ്റെ അമ്മ പറയാണ് സൈനിങ് ടു ഹെലൻ ആൻഡ് ഫ്ലവർ. ഹെലൻ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പോൾ ഹെലൻ ചോദിക്കാം ഫ്ലവർ, ഐ റിമെമ്പർ ദാറ്റ് വേർഡ്, ഞാൻ ആ വേർഡ് ഓർമ്മിക്കുന്നു. കേറ്റ്, യെസ് ഡിയർ, യു ആർ ലേണിംഗ് സോ ഫാസ്റ്റ്, ഐ ആം സോ പ്രൗഡ് ഓഫ് യു. നീ പെട്ടെന്ന് തന്നെ ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര അഭിമാനമാണ് നിന്നെക്കുറിച്ച്. അപ്പോൾ ഹെലൻ, മദർ വാട്ട് ഈസ് ദ വേൾഡ് ലൈക്ക്, ഐ ഡോണ്ട് റിമെമ്പർ വാട്ട് ഇറ്റ്സ് ലൈക്ക്. ഈ ലോകം എങ്ങനെയുള്ളതാണ്, എനിക്കിതൊന്നും ഓർമ്മ കിട്ടുന്നില്ല. കേട്ട്, ദ വേൾഡ് ഈസ് ബ്യൂട്ടിഫുൾ പ്ലേസ് ഹെലൻ, ഇതൊരു മനോഹരമായ സ്ഥലമാണ്. ദർ ആർ ട്രീസ്, ബേർഡ്സ്, സൺഷൈൻ, സോ മെനി വണ്ടർഫുൾ തിങ്സ്. ഹെലൻ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്. ഇതൊക്കെ എനിക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇനി അടുത്തത് നമുക്കൊരു എഡിറ്റിംഗ് ആണ്. എഡിറ്റിങ്ങിൽ നോക്കാം. ഐ ഫാൻസി ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ് മെമ്മറീസ് ഓഫ് ദാറ്റ് ഇൽനെസ്. ഐ എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് ടു വിച്ച് മൈ ഫാദർ ടു ട്രൈഡ് സൂത്ത് മീ ഇൻ മൈ വാക്കിംഗ് ഹവേഴ്സ്. അപ്പോൾ ഇവിടെ ഐ ഉള്ളത് ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. എപ്പോഴും ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ വേണം. ഓക്കെ, സ്റ്റിൽ ഹാവ് കൺഫ്യൂസ് അല്ല, കൺഫ്യൂസ്ഡ് പാസ്റ്റ് ടെൻസ് ആണ് വേണ്ടത്. പിന്നെ റിമെമ്പറിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. റിമെമ്പറിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് REMEMBER ആണ്. പിന്നെ ടെൻഡർനെസ് ടു എന്നല്ല, ടെൻഡർനെസ് വിത്ത് എന്നാണ്. പ്രപ്പോസിഷൻ തെറ്റാണ്. ടെൻഡർനെസ് വിത്ത്. വിച്ച് മൈ മദർ ടു ട്രൈഡ് എന്നല്ല, ഇത് വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കൊടുത്താണ് ട്രൈഡ് ഇറ്റ് ടു എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തു. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും 7ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ തന്നെ 7ാം ക്ലാസ്സുമായി ബന്ധപ്പെട്ട കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് തുടങ്ങി എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.